ഗുഡ് മോർണിംഗ് യൂട്യൂബ്. എല്ലാവർക്കും നൈറ്റ് ഫ്രൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഡ്വഞ്ചർ ബൈക്ക് സെഗ്മെൻറ്റിലെ രാജാക്കന്മാരായിട്ടുള്ള BMW GS ശ്രേണിയിൽ നിന്നുള്ള ഏറ്റവും യങ്ങസ്റ്റ് മെമ്പറായിട്ട് BMW 310 GS ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ 2020 ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഈ ഒരു BS6 വേരിയൻ്റ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും ഈ ഒരു വണ്ടി ഓടിക്കാൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇനി വണ്ടിയുടെ ഫസ്റ്റ് ഗ്ലാൻസിൽ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ വലിയ വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വണ്ടി നേരിട്ട് കാണുമ്പോൾ നല്ല ഹൈറ്റ് ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ഒരു പ്രോപ്പർ ADV സ്റ്റൈലിംഗ് തന്നെയാണ് BMW ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എൽഡർ സിബ്ലിങ്സുമായിട്ട് ഡിസൈനിൽ വളരെയധികം റിസംബ്ലൻസ് പല ഏരിയാസിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതൊരു അഡ്വഞ്ചർ ബൈക്ക് പ്രേമിയെയും ഒറ്റ നോട്ടത്തിൽ തന്നെ ആകൃഷ്ടരാക്കുന്ന ഒരു സൂപ്പർബ് ഡിസൈൻ തന്നെയാണിത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വണ്ടിയുടെ എൽഡർ സിബ്ലിങ്സിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഫ്രണ്ട് ബീക്ക് കാണാൻ സാധിക്കും. LED DRLസോട് കൂടിയ ഫുൾ സിസ്റ്റം LED ഹെഡ് ലാംപ്സ് ആണ് BMW 310 GSൽ വന്നേക്കുന്നത്. 2020 BS6 അപ്ഗ്രേഡിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ ഒന്നാണിത്. പിന്നെ നമുക്ക് LED DRLന്റെ മേലെ BMWയുടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ലോങ് ട്രാവൽ സസ്പെൻഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. 180 mm ആണ് ഇതിന്റെ സസ്പെൻഷൻ ട്രാവൽ വരുന്നത്. 41 mm UST ഫോക്സ് ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ 19 ഇഞ്ചിന്റെ ഫ്രണ്ട് വീലാണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ തന്നെ 110-80 സെക്ഷൻ മെറ്റ്സെല്ലറിന്റെ ഡുവൽ പർപ്പസ് ടയേഴ്സ് ആണ് ഇതിനകത്ത് സ്റ്റോക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്. 300 mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ ബൈബ്രാൻഡ് കാലിപ്പേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ പുതിയ ഡിസൈനിലുള്ള LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. അതും ഈ ഒരു 2020 BS6 എഡീഷനിൽ വന്നിട്ടുള്ള ഒരു മാറ്റമാണ്. പിന്നെ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് സ്കൂപ്പിൽ BMWയുടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫുൾ ബ്ലാക്കിൽ ഈ ഒരു യെല്ലോ ഗ്രാഫിക്സോട് കൂടി വരുന്ന ഈ ഒരു പെയിന്റ് ജോബ് ശരിക്കും വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 40 years of GS സ്പെഷ്യൽ എഡീഷൻ ആണ് ഇത്. അപ്പോൾ ആ ഒരു ലോഗോ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ബാഡ്ജിങ് നമുക്ക് വണ്ടിയുടെ ടാങ്കിലും BMW കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 11 ലിറ്റർ ആണ് ഇതിന്റെ ഫ്യൂവൽ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു ലോങ് ടൂറിങ്ങിനൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടെ ഒരു ബിഗ് കപ്പാസിറ്റി ടാങ്ക് ശരിക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. അഡ്ജസ്റ്റബിൾ ലീവേഴ്സോട് കൂടിയാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ സ്വിച്ച് ഗിയേഴ്സിന്റെ ഒക്കെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ശരിക്കും സൂപ്പർ പ്രീമിയാണ്. ടോപ്പ് നോച്ച് ക്വാളിറ്റിയോട് കൂടിയാണ് ഈ സ്വിച്ച് ഗിയേഴ്സ് വരുന്നത്. ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ വിസിബിലിറ്റി കുറച്ച് ലിമിറ്റഡ് ആണ്. വണ്ടിയുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വണ്ടിയുടെ ഓവറോൾ സ്റ്റൈലിംഗുമായിട്ട് മാച്ച് ചെയ്യാത്ത കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ശരിക്കും ഇതിൻ്റെ റൈവൽസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി കളർ TFT ഡിസ്പ്ലേയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇനി താഴേക്ക് വരുമ്പം നമുക്ക് എഞ്ചിനിലെ BMWയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. 313 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇത്. പിന്നെ എഞ്ചിന് താഴെയായിട്ട് എഞ്ചിന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, അതായത് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത് എഞ്ചിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ബാഷ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്പൺ ടീത്തഡ് ഫുഡ് പെഗും അതുപോലെ തന്നെ ബ്രേക്ക് പെഡലുമാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ ബെറ്റർ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ ഈ ഒരു അഡാപ്റ്റേഷൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് പെഗിൻ്റെ ഈ റബ്ബർ ബുഷ് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് റിമൂവ് ചെയ്ത് ഉപയോഗിക്കാനും ഇതിൽ സാധ്യമാണ്. പിന്നെ പിറകിലേക്ക് വരികയാണെങ്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോണോഷോക്ക് സസ്പെൻഷനാണ് ഇതിൽ പിറകിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ റിയർ മോണോഷോക്കിനെ ഡസ്റ്റിൽ നിന്ന് ഡേർട്ടിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കവറും കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ലൈറ്റും ടഫും ആയിട്ടുള്ള അലൂമിനിയം സിംഗാമിലാണ് ഈ വണ്ടി വരുന്നത്. 17 ഇഞ്ചാണ് ഇതിന്റെ റിയർ വീൽ സൈസ് എന്ന് പറയുന്നത്. 240 mm ആണ് ഇതിന്റെ റിയർ ഡിസ്കിന്റെ സൈസ് വരുന്നത്. 150-70 സെക്ഷൻ മെറ്റ്സെല്ലർ ടൂറാൻസ് ഡുവൽ പർപ്പസ് ടയർ ആണ് ഇതിന്റെ ബാക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സോസ്റ്റിന്റെ എൻഡ് ക്യാൻ വളരെ എലിവേറ്റ്
എലിവേറ്റ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ടെറൈൻസിലും നമുക്ക് വളരെ കോൺഫിഡൻസോടെ പോകാൻ ഇത് വളരെ സഹായകരമാണ്. അത്യാവശ്യം ലൗഡായിട്ടുള്ള ഒരു മൈൽഡ് ഗ്രൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. ഇനി നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് സംസാരിക്കാം. ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 835 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഞാനൊരു 5'8" ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഈ വണ്ടിയിൽ സുഖമായിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, എൻ്റെ 2 കാലും പൂർണ്ണമായിട്ട് തറയിൽ എനിക്ക് തൊടാൻ സാധിക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള കുഷനാണ് ഈ സീറ്റിൽ കൊടുത്തേക്കുന്നത്. കൂടാതെ ഈ സീറ്റിൽ ഞാൻ ഒബ്സർവ് ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൈഡർ സീറ്റ് ഡീപ്ലി സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ലോവർ ബാക്കിന് ഒരു സപ്പോർട്ട് ഈ സീറ്റ് നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. വണ്ടി ഓടിക്കുമ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ റിഫൈൻഡും ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. BS6 അപ്ഗ്രേഡ് ആയതുകൊണ്ടായിരിക്കും പ്രീവിയസ് ഇയറിനേക്കാളും റിഫൈൻമെന്റ് ലെവലിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു ഇംപ്രൂവ്മെന്റ് ആണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. 34 PS പവറും 28 Nm ടോർക്കും ആണ് ഈ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ സ്ലിപ്പർ ക്ലച്ചും റൈഡ് ബൈ വയറും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് ഫീൽ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ റൈഡ് ബൈ വയർ ഉള്ളത് കൊണ്ട് തന്നെ ടോട്ടൽ റെസ്പോൺസ് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ ആക്യുറേറ്റ് ഷിഫ്റ്റ് നൽകുന്ന ഒരു ഷോർട്ട് ത്രോഡ് ഗിയർ ബോക്സ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ എഫേർട്ട്ലെസ് ആണ്. നമ്മളൊരു ആംഗിളിന്റെ ഒരു ഫ്ലിക്ക് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് പോസിബിൾ ആണ്. വണ്ടിയുടെ ഫസ്റ്റ് 3 ഗിയേഴ്സ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഷോർട്ട് ഗിയേഴ്സും അതുപോലെ തന്നെ 4th, 5th ആൻഡ് 6th ടോൾ ഗിയേഴ്സ് ആണ്. അതായത് RPM കട്ട് ഓഫ് കുറച്ചും കൂടെ ഹയർ റൗസിലായിരിക്കും വരുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫോൾസ് ന്യൂട്രൽ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഒരിക്കൽ പോലും ഈ വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശരിക്കും റിലാക്സ്ഡ് ആയിട്ടുള്ള വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു റൈഡിംഗ് പോസ്ചറാണ് ഈ ബൈക്കിൽ വരുന്നത്. യാതൊരുവിധ സ്ട്രെയിനും നമുക്ക് ഒരു തരത്തിലും അനുഭവപ്പെടാതെ വളരെ നിവർന്നിരുന്നു കൊണ്ട് ഇത്ര ലോങ് റൈഡ് ആണെങ്കിലും യാതൊരു സ്ട്രെയിനും നമ്മളുടെ ഷോൾഡേഴ്സിനോ ബാക്കിനോ അനുഭവപ്പെടാതെ ഈ വണ്ടി ഓടിച്ചു പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സീറ്റിംഗ് പോസ്ചറിന്റെ ഒരു പ്രത്യേകത. വണ്ടിയുടെ കംഫർട്ടബിൾ ഹൈവേ ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 100-110 ആ ഒരു റേഞ്ചാണ്. ഈ ഒരു സ്പീഡിലൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വണ്ടി വളരെ സ്റ്റേബിളാണ്. നമ്മളിപ്പോൾ എത്ര സ്പീഡിലാണെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ലൂസ് ചെയ്യുന്ന ഒരു പ്രശ്നം എനിക്കൊരു ഘട്ടത്തിലും തോന്നിയിട്ടില്ല. 170 കിലോ ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് ആൻഡ് നിമ്പിൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഇത്. ഈവൻ സിറ്റി കൂടെ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ വണ്ടി ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ മാരക റോഡ് പ്രസൻസ് ആണ് ഈ ഒരു വണ്ടി നൽകുന്നത്. ശരിക്കും ഒരു അറ്റൻഷൻ ഗ്രാബർ തന്നെയാണ് ഈ വണ്ടി റോഡിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വണ്ടിയുടെ സസ്പെൻഷനെ പറ്റിയിട്ടാണ്. വളരെ മികച്ചൊരു സസ്പെൻഷനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വെൽ ട്യൂൺഡ് ആൻഡ് വെൽ ബാലൻസ്ഡ് തന്നെ നമുക്ക് ഇതിനെ വിളിക്കാൻ സാധിക്കും. അപ്പോൾ ഏതൊരു ടഫസ്റ്റ് ടെറൈനിലും നമുക്ക് വളരെ കോൺഫിഡൻസോടെ വണ്ടി എടുത്തു പോകാൻ ഈ ഒരു സസ്പെൻഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എത്ര മോശം റോഡിലാണെങ്കിലും ഒരു കുലുക്കവും കാര്യങ്ങളോ ഒന്നും ഒരു റൈഡർക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്ത വളരെ മികച്ചൊരു സസ്പെൻഷൻ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ശരിക്കും ഈ വണ്ടി ബിലോങ് ചെയ്യുന്ന ആ ഒരു ടെറൈനിൽ, അതായത് ഓഫ് റോഡിൽ ഓടിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഈ ഒരു റിവ്യൂവിൽ സാധിച്ചിട്ടില്ല. ഓൺ റോഡിലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വണ്ടിയുടെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ച് ഷാർപ്പാണ്. നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് റൈഡർ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടാതെ ABSും വരുന്നുണ്ട്. ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇത്ര ഒരു ഫുൾ ഡേ ഓടിച്ചിട്ടും യാതൊരു വിധ ഹീറ്റിങ്ങും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂ യാതൊരു തരത്തിലും ഇതിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വണ്ടിയിൽ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ലോവർ RPMലൊന്നും തീരെ വൈബ്രേഷനും ഈ കാര്യങ്ങളൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. വളരെ റിഫൈൻഡ് തന്നെയാണ്. എന്നാൽ ഒരു 6000 RPM ഒക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു രീതിയിലുള്ളൊരു ബസ് നമുക്ക് ഇതിൻ്റെ ടാങ്കിൻ്റെ സൈഡിലും ഹാൻഡ് ബാറിലും ഒക്കെ ചെറിയ രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ അന്നോയിങ് ഒന്നുമല്ല. പിന്നെ നിങ്ങൾ ഈ വണ്ടിയിൽ ടൂർ ചെയ്യുന്നതിനൊക്കെ മുന്നായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് വിൻഡ്ഷീൽഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരു 90-95 സ്പീഡിന് ശേഷം നല്ല വിൻഡ് ബ്ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹൈവേയിലൊക്കെ നമ്മൾ ക്രൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചൊന്ന് അനോയിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടൂറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു ആഫ്റ്റർ മാർക്കറ്റ് വിൻഡ്ഷീൽഡ്, നമുക്ക് ഒരുപാട് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് 310 GSന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ
ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 3,73,000 രൂപയാണ്. ടോപ്പ് ആൻഡ് വേരിയന്റ് ആയിട്ടുള്ള റാലി എഡീഷന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,80,000 രൂപയോളമാണ്. ഈ മൈലേജ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 25-30 ഇടയ്ക്ക് നമുക്ക് മൈലേജ് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ പവറും ഈ ഒരു എൻജിൻ കപ്പാസിറ്റിയും ഒക്കെ നോക്കുമ്പോൾ മോശമല്ലാത്ത ഒരു മൈലേജ് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി വണ്ടിയുടെ ഫൈനൽ വേർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് എത്ര ദൂരം വേണേലും യാത്ര ചെയ്യാൻ സാധിക്കുന്ന മികച്ച ഒരു ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയ മികച്ച ഒരു ഡിസൈനിങ്ങിൽ വരുന്ന മോറോവർ BMW എന്നുള്ള ഒരു ബാഡ്ജിങ്ങിൽ വരുന്ന ഒരു സൂപ്പർ ബൈക്ക് തന്നെയാണിത്. 4 ലക്ഷം രൂപയുടെ താഴെയുള്ള ഒരു അഡ്വഞ്ചർ ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മികച്ച ഒരു ചോയ്സ് തന്നെയായിരിക്കും. കാരണം ഞാൻ ഈ വണ്ടിയിൽ വളരെയധികം ഇംപ്രസ്ഡ് ആണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ വണ്ടികളിൽ നിന്ന് വിപരീതമായി ഇതിൻ്റെ BS6 അപ്ഗ്രേഡ് വന്ന സമയത്ത് പ്രൈസ് കൂടുന്നതിന് പകരം ഗണ്യമായ രീതിയിൽ പ്രൈസ് കുറയാണ് ഈ വണ്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്ന ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ള ചീത്തപ്പേര് മാറിയിട്ട് ഇപ്പോൾ വളരെ കോമ്പറ്റേറ്റീവ് പ്രൈസിങ്ങിലാണ് ഇപ്പോൾ ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ റൈവൽസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി വേണമെങ്കിൽ ടെക്നോളജിക്കലി കുറച്ച് പുറകിലാണെന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും ആ ടെക്നോളജീസും അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ എത്രമാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ നമുക്ക് വണ്ടി 4 ലക്ഷം രൂപയുടെ താഴെ വിലയുള്ളെങ്കിലും ഇത് BMW എന്ന് പറയുന്ന ഒരു സൂപ്പർ പ്രീമിയം ബ്രാൻഡിൻ്റെ ഒരു എൻട്രി ലെവൽ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സർവീസ് കോസ്റ്റും മെയിൻ്റനൻസും ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാലിക്കറ്റിലുള്ള EVM ഓട്ടോക്രാഫ്റ്റ് ആണ്. അപ്പോൾ EVM ഓട്ടോക്രാഫ്റ്റിനും അവിടെ EVM ഓട്ടോക്രാഫ്റ്റിലെ സ്റ്റാഫായിട്ടുള്ള ആദിൽ ബ്രോയ്ക്കും നമ്മളുടെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. BMW മോട്ടോറാഡിന്റെ ഏതൊരു വണ്ടിയെ പറ്റിയുള്ള ഏതൊരു ക്വറീസിനും നിങ്ങൾക്ക് ആദിൽ ബ്രോനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുള്ളിയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വണ്ടിയുടെ വിശേഷവുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് നൈറ്റ് ഓഫ് റോഡ് സൈനിങ് ഓഫ്. ബൈ.